അപ്പോൾ ഇപ്പം നോഹയുടെ ആവിഷ്കാരം ആകെ 950 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. എന്നാൽ അത് നോഹയാണ്. അത് ഏത് ജാതിയാണ്? അത് ജൂത ജാതിയിൽപ്പെട്ടതാണ്, അല്ലാണ്ട് ക്രിസ്ത്യാനി അല്ലല്ലോ. നോഹ ക്രിസ്ത്യാനിയല്ല, മറിച്ച് നോഹ യഹോവയുടെ പുത്രനായിട്ട് വരും. എങ്കിൽ നൂഹ് നബി വാസ്തവത്തിൽ തുടങ്ങുന്ന 7-ാമത്തെ അധ്യായത്തിൽ 59-ാമത്തെ വചനം, നോഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. അത് ആരാണ്? യഹോവ അല്ലട്ട. നോഹയുടെ പിതാവല്ല. നോഹയുടെ പിതാവല്ല, മറിച്ച് നൂഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ദൈവത്തെ വിധേയപ്പെടുക. അവനല്ലാതെ നിങ്ങൾക്കൊരു ദൈവവുമില്ല. തീർച്ചയായും ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾക്കു ഞാൻ ഭയപ്പെടുന്നു. ഇനി 7-ാം അധ്യായത്തിൽ 60-ാമത്തെ വചനം, അദ്ദേഹത്തിൻ്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, തീർച്ചയായും നീ പ്രത്യക്ഷമായ ദുർമാർഗത്തിലാണെന്ന് ഞങ്ങൾ കാണുന്നു. ആര്? ദൈവദൂതനെ നോഹ് നബി അദ്ദേഹത്തിൻ്റെ ജനതയിൽ പ്രമാണിമാർ പറഞ്ഞു, തീർച്ചയായും നീ പ്രത്യക്ഷമായ ദുർമാർഗത്തിലാണെന്ന് ഞങ്ങൾ കാണുന്നു. അവർ നിഷേധികൾ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, എന്നിൽ ദുർമാർഗമൊന്നുമില്ല, പക്ഷേ ഞാൻ ലോക രക്ഷിതാവിങ്കൽ നിന്നുള്ള ദൂതനാകുന്നു എന്നാണ് എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ അതിൽ എഴുതിയില്ല, കാല യാ കൗമി ലൈസ ബി വലാലത്ത വലക്കിൻ റസൂല മിൻ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ, ആലമീൻ എന്ന് പറയുമ്പോൾ അറിവുള്ളവരുടെ, റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് അറിവുള്ളവരുടെ രക്ഷകൻ എന്നാണ്. അറിവുള്ളവരുടെ രക്ഷകൻ എന്നെ നിങ്ങളിലേക്ക് അയച്ച ദൂതനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, എന്നിൽ ദുർമാർഗമൊന്നുമില്ല, പക്ഷേ ഞാൻ അറിവുള്ളവരുടെ രക്ഷകൻ അയച്ച ദൂതനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയും നിങ്ങളോട് ആത്മാർത്ഥമായി ഉപദേശിക്കുകയുമാകുന്നു. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത പലതും ദൈവത്തിങ്കൽ നിന്ന് ഞാൻ അറിയുന്നുമുണ്ട്. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിനു വേണ്ടിയോ, നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെടുന്നതിനു വേണ്ടിയും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ഉത്ബോധനം നിങ്ങളിൽപ്പെട്ട ഒരു പുരുഷനിലൂടെ നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? എന്നാൽ അവർ അദ്ദേഹത്തെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞവരെ നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും അവർ അന്ധരായ ഒരു ജനതയായിരുന്നു. നീ അവർക്ക് അപ്പോൾ അതാണ് 7-ാമത്തെ അധ്യായത്തിലുള്ളത്. ഇനിയുള്ളത് 10-ാമത്തെ അധ്യായത്തിലെ കാര്യമാണ്. 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, നീ അവർക്ക് നോഹിനെ പറ്റിയുള്ള വിവരം ഓതി കേൾപ്പിക്കുക. അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, എൻ്റെ ജനങ്ങളെ, എൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റിയുമുള്ള എൻ്റെ ഉത്ബോധനവും നിങ്ങൾക്ക് ഒരു വലിയ ഭാരമായി തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ പങ്കാളികളാക്കിയവരും കൂടി തീരുമാനിച്ചുറപ്പിച്ചുകൊള്ളൂ. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു അവ്യക്തതയും ഉണ്ടായിരിക്കരുത്. എന്നിട്ട് എൻ്റെ നേരെ നിങ്ങൾ നടപ്പിൽ വരുത്തൂ. എനിക്ക് നിങ്ങൾ ഇടതരികയേ വേണ്ട. ആ 10-ലെ 72-ാമത്തത് വചനം, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്ക് പ്രതിഫലം തരേണ്ടത് ദൈവം മാത്രമാകുന്നു.
ഇനി അതിൽ മുസ്ലിം എന്നാണ് അതിൽ ഉപയോഗിച്ചുള്ളത്, മാത്രമാകുന്നു. ഞാൻ ദൈവത്തിന് സമാധാനം നൽകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ സന്ദേശം. അതായത് മുസ്ലിം എന്ന വാക്കിന് അതിൽ പറയുന്നത് വ ഉമിർത്തു അൻ അക്കൂന മിനൽ മുസ്ലിമീൻ എന്നാണ്. അതായത് നൂഹ് മുസ്ലിമാണെന്നാണ് പറയുന്നത്. മുസ്ലിം എന്ന് വെച്ചാൽ ദൈവത്തിന് സമാധാനം നൽകാനാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിലാണ് മിനൽ മുസ്ലിമീൻ എന്ന് പറയും. അപ്പോൾ നൂഹ് മുസ്ലിമാണ്, അല്ലാണ്ട് നൂഹ് ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മറ്റ് ജാതിയോ അല്ല. ഇനി 10:73 എന്നിട്ട് അവർ അദ്ദേഹത്തെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തുകയും അവരെ നാം പിൻഗാമികളാക്കുകയും ചെയ്തു. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളിയവരെ നാം മുക്കിക്കളഞ്ഞു. അപ്പോൾ നോക്കൂ, താക്കീത് നൽകപ്പെട്ട ആ വിഭാഗത്തിൻ്റെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്. ഇതാണ് 10:73 വചനം. ഈ 74, പിന്നെ അദ്ദേഹത്തിന് ശേഷം പല ദൂതന്മാരെയും അവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചു. അങ്ങനെ അവരുടെ അടുത്ത തെളിവുകളും കൊണ്ട് അവർ ചെന്നു. എന്നാൽ മുമ്പ് ഏതൊന്നും അവർ നിഷേധിച്ച് തള്ളിയോ അതിൽ അവർ വിശ്വസിക്കുവാൻ തയ്യാറായിരുന്നില്ല. അതിക്രമകാരികളുടെ ഹൃദയങ്ങളിൽ മേൽ അപ്രകാരം നാം മുദ്ര വെക്കണം. കാരണം അത് നിഷേധഭാവമുള്ളവർക്ക് ദൈവികത ഒരിക്കലും അത് അവരുടെ ആത്മാവിലേക്ക് വെളിച്ചം നൽകില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് 10:74. ഇനി 11:25 വചനം. നോഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം നിയോഗിക്കുകയുണ്ടായി. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് സ്പഷ്ടമായ താക്കീത് നൽകുന്നവനാകുന്നു. 11:26. എന്തെന്നാൽ ദൈവത്തെയല്ലാതെ നിങ്ങൾ വിധേയപ്പെടരുത്. വേദനയേറിയ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങളുടെ മേൽ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. ശിക്ഷ നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതാണ് ദൈവദൂതന്മാരുടെ നിലപാട്. അപ്പോൾ 11:26 കഴിഞ്ഞിട്ട് 11:27. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് വിശ്വസിച്ചവരായ പ്രമാണിമാർ പറഞ്ഞു, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യനായിട്ട് മാത്രമേ നിന്നെ ഞങ്ങൾ കാണുന്നുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരമായിട്ടുള്ളവർ പ്രഥമ വീക്ഷണത്തിൽ നിന്നെ പിന്തുടർന്നതായിട്ട് മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ യാതൊരു ശ്രേഷ്ഠതയും ഞങ്ങൾ കാണുന്നില്ല. പ്രത്യുത നിങ്ങൾ വ്യാജവാദികളാണെന്ന് ഞങ്ങൾ കരുതുന്നു എന്ന് ഒരു നിഷേധികൾ ദൈവദൂതനോട് പറയും. ആര്? ലൂത്ത് നബിയോട്, മുസ്ലിമാണ് ലൂത്ത് നബി എന്നതിന് അവിടെ തെളിവുണ്ട്. ഇനി 11:28 അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ രക്ഷിതാവെങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് തന്നിരിക്കുകയും എന്നിട്ട് നിങ്ങൾക്ക് അന്ധത വരുത്തപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അത് ഇഷ്ടപ്പെടാത്തവരായിരിക്കെ നിങ്ങളുടെ മേൽ നാം അത് നിർബന്ധം ചെലുത്തുകയോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് വാസ്തവത്തിൽ ലൂത്ത് ജനതയോട് പറഞ്ഞ്. ഇനി 29. ഓക്കെ. എൻ്റെ ജനങ്ങളെ, ഇതിൻ്റെ പേരിൽ നിങ്ങളോട് ഞാൻ ധനം ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ദൈവം തരേണ്ടത് മാത്രമാകുന്നു. വിശ്വസിച്ചവരെ ഞാൻ ആട്ടിയോടിക്കുന്നതല്ല. തീർച്ചയായും അവർ അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്. എന്നാൽ ഞാൻ നിങ്ങളെ കാണുന്നത് വിവരമില്ലാത്ത ഒരു ജനവിഭാഗമായിട്ടാണ്. അതാണ് 11:29. ഇനി 11:30. എൻ്റെ ജനങ്ങളെ, ഞാൻ അവരെ ആട്ടിയോടിക്കുന്ന പക്ഷം ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ ആരാണുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ? ഇനി 11:31. ദൈവത്തിൻ്റെ ഖജനാവുകൾ എൻ്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുകയുമില്ല. നിങ്ങളുടെ കണ്ണുകൾ നിസ്സാരമായി കാണുന്നവരെപ്പറ്റി അവർക്ക് ദൈവം യാതൊരു ഗുണവും നൽകുന്നതേയല്ല എന്നും ഞാൻ പറയുകയില്ല. ദൈവമാണ് അവരുടെ മനസ്സുകളുള്ളതിനെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവൻ. അപ്പോൾ
തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടവനായിരിക്കും. കാരണം ദൈവത്തിനെതിരെ ഞാൻ നിന്നാൽ ഞാനും അക്രമകാരിയിൽ പെട്ടവനായിരിക്കും എന്നാണ് ലോത്ത് അവിടെ പറയുന്നത്. ഇനി 32 തീർച്ചയായും അവർ പറഞ്ഞു, നോഹേ, നീ ഞങ്ങളോട് തർക്കിച്ചു, വളരെയേറെ തർക്കിച്ചു. എന്നാൽ നീ സത്യവാന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ നീ ഞങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് നീ ഇങ്ങ് കൊണ്ടുവരൂ, ആ ശിക്ഷ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ 11:33 അദ്ദേഹം പറഞ്ഞു, ദൈവം മാത്രമാണ് നിങ്ങൾക്കത് കൊണ്ടുവരിക. അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോൽപ്പിച്ച് കളയാനാവില്ല. ഇനി 11:34 ദൈവം നിങ്ങളെ വഴിതെറ്റിച്ച് വിടാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകാൻ ഉദ്ദേശിച്ചാലും എൻ്റെ ഉപദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. 11:35 അതല്ല, അദ്ദേഹം അത് കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത്? പറയുക, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ ഞാൻ കുറ്റം ചെയ്യുന്നതിൻ്റെ ദോഷം എനിക്കു തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിരപരാധിയുമാണ്. 11:36 നിന്റെ ജനതയിൽ നിന്ന് വിശ്വസിച്ചു കഴിഞ്ഞിട്ടുള്ളവരെയല്ലാതെ ഇനിയാരും വിശ്വസിക്കുകയില്ല. അതിനാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നീ സങ്കടപ്പെടരുത് എന്ന് നോഹിന് സന്ദേശം നൽകപ്പെട്ടു. ദൈവത്തിനുള്ള സന്ദേശം നോഹിന് നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി 11:37 നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും നീ കപ്പൽ നിർമ്മിക്കുക. അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത്. തീർച്ചയായും അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുകയാണ്. ഇനി 11:38 അദ്ദേഹം കപ്പൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനതയിലെ ഓരോ പ്രമാണിക്കൂട്ടം അദ്ദേഹത്തിൻ്റെ അടുത്തു കൂടി കടന്നു പോയപ്പോഴെല്ലാം അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുന്നതാണ്. ഇനി 11:39 അപമാനകരമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുന്നതെന്ന്, സ്ഥിരമായ ശിക്ഷ ആരുടെ മേലാണ് വന്ന് ഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് വഴിയെ അറിയാം. 11:40 അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പ് ഉറവ് പൊട്ടി ഒഴുകുകയും ചെയ്തപ്പോൾ നാം പറഞ്ഞു, എല്ലാ വർഗത്തിൽ നിന്നും 2 ഇണകളെ വീതവും നിന്റെ കുടുംബാംഗങ്ങളെയും അതിൽ കയറ്റിക്കൊള്ളുക. വചനം മുൻകൂട്ടി ഉണ്ടായിട്ടുണ്ടോ അവരൊഴികെ വിശ്വസിച്ചവരെയും അദ്ദേഹത്തോടൊപ്പം കുറച്ചു പേരല്ലാതെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. 11:41 അദ്ദേഹം പറഞ്ഞു, നിങ്ങളതിൽ കയറിക്കൊള്ളുക. അതിൻ്റെ ഓട്ടവും നിർത്തലും ദൈവത്തിൻ്റെ പേരിലാകുന്നു. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. 11:42 പർവ്വത തുല്യമായ തിരമാലകൾക്കിടയിലൂടെ അത് അവരെയും കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോഹ് തൻ്റെ മകനെ വിളിച്ചു. അവൻ അകലെ ഒരു സ്ഥലത്തായിരുന്നു. എൻ്റെ കുഞ്ഞുമകനെ, നീ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക. നീ സത്യനിഷേധികളുടെ കൂടെ ആയി പോകരുത്. മകനാണ് വിളിക്കുന്നുണ്ട് നോഹ്. അവൻ 11:43 അവൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് എനിക്ക് രക്ഷ നൽകുന്ന വല്ല മലയിലും ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാം. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് ആരാണ് അറിയുന്നത്?